വളരെ ചരിത്ര പ്രാധാന്യമുള്ള പഞ്ചാബിലെ അമൃത്സർ എന്ന ഒരു നഗരമാണ് ഈ ഈ കാണുന്നത്. വളരെ വൃത്തിയുള്ള ഒരു നഗരമാണ്. ബ്രിട്ടീഷ് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ആ പ്രാധാന്യമുള്ള ആ സ്ഥലം കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നവരും പിന്നെ അത് കാണാൻ പോകുന്നവരും ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡ് വഴിച്ച് കൂടി ഒരേ ഒരു കവാടം, ആ കവാടത്തിലൂടെ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നടന്നതിൻ്റെ ഒരു തിരുശേഷിപ്പാണ്. ഈ കാണുന്നതാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന കൂട്ടക്കൊല നടന്ന ബ്രിട്ടീഷുകാർ സാധാരണ ജനങ്ങളെ ഒരു പ്രാകൃത നിയമം കൊണ്ടുവന്നതിനെതിരെ പ്രതികരിച്ചതിന് ആയിരക്കണക്കിന് പേരെ വെടിവെച്ചിട്ട സ്ഥലമാണ്. ഈ കാണുന്നതാണ് കിണർ. ഈ കിണറിൽ പ്രാണരക്ഷാർത്ഥം പോയി അനേകം ആൾക്കാർ അതിലേക്ക് അടുത്ത് ചാടുകയും ആ കിണറ്റിലിട്ട് ബ്രിട്ടീഷ് പട്ടാളം അതിദാരുണമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു കിണറാണിത്. ഇത് അവിടെ എല്ലാവരും കാണാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ബിൽഡിങ്ങിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത് ഭിത്തികളിൽ തറച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് പിന്നെ ചതുരത്തിൽ വൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് വെടിയുണ്ട കയറിയ ഭാഗങ്ങൾ. അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു വേദന നാം അറിയാതെ തന്നെ വരും. ഇത് സ്മാരകമാണ്. അത് മരിച്ചുപോയവരുടെ സ്മരണയ്ക്കായിട്ടുള്ള ഒരു സ്തംഭമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ എവിടേക്കും പിന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു കവാടമേ ഉള്ളൂ. ആ കവാടം പൂട്ടിയതിന് ശേഷമാണ് ഇതിനകത്ത് ഈ അപരിഷ്കൃതമായ ഈ ആക്ടിനെതിരെ പ്രതികരിച്ച ജനങ്ങളെ അതിദാരുണമായി വെടിവെച്ച് വീഴ്ത്തി കൊന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കാണുന്നത് ഇത് കണ്ടോ, ഈ കാണുന്നതാണ് വെടിയുണ്ട കയറിയതിൻ്റെ പാടുകളായി. എത്ര വിഷമമാണ് അത് കാണുമ്പോഴത്തേക്കും. എത്ര ആൾക്കാരെ ആ ഒരു പിന്നെ അപരിഷ്കൃതമായ ഒരു ആ ആക്ടിനെതിരെ പ്രതികരിച്ചതിലുള്ള വിരോധം നിമിത്തം എത്ര പേരെയാണ് കൂട്ടക്കൊല ചെയ്തത്. കിണർ കാണുന്നുണ്ട്. അതായത് ഈ റൗലറ്റ് ആക്ടിനെ പറ്റി 1919 റൗലറ്റ് ആക്ടിനെ പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ ആക്ട് വളരെ ഭീകരമായൊരു നിയമമായിരുന്നു. കോടതി വിചാരണയില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും തടവിൽ പാർപ്പിക്കാനും വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും പിന്നെ മാധ്യമങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. ഇങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുണ്ടാക്കിയ ഈ കരിനിയമത്തിനെതിരെ പ്രതികരിച്ചതിനാണ് ഈ ആൾക്കാരെ പാവം ജനത്തെ വെടിവെച്ച് വീഴ്ത്തിയത്. അതിൻ്റെ സ്മരണയ്ക്കായി ഇന്നും അമൃത്സറിൽ ഇത് വളരെ ഭംഗിയായി ഇത് സൂക്ഷിക്കുന്നു. അത് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതായത് നമ്മൾ ചരിത്രത്തിലൊക്കെ താഴ്ന്ന ക്ലാസ്സുകൾ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പം ജാലിയൻ വാലാബാഗ് അന്നൊന്നും ഇതിനെപ്പറ്റി നമുക്ക് അത്ര കൃത്യമായി അറിയില്ല. പക്ഷേ ഇന്ന് നേരിട്ട് കണ്ടപ്പോൾ നമുക്കതിൻ്റെ ആ ഭയാനകത ഉൾക്കൊള്ളാൻ പറ്റി. അതുപോലെ ധാരാളം ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, വിശ്രമിക്കാനൊക്കെ. പക്ഷേ അതിനകത്ത് ഇരിക്കുമ്പം നാം അറിയാം നമ്മുടെ നോവ് വരും. എല്ലാവർക്കും നന്ദി ഈ വീഡിയോ വാച്ച് ചെയ്തതിന്.